ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചെട്ടിക്കാട് പള്ളിയിലാണ് കേട്ടോ. കൊടുങ്ങല്ലൂരിലുള്ള കിഴക്കിൻ്റെ പാതവ എന്നറിയപ്പെടുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ തീർത്ഥാടന കേന്ദ്രം ഉണ്ടോ. ഇത് അറിയാത്തവരായിട്ട് ഉണ്ടാവായിരിക്കില്ല. അപ്പോൾ ഇന്നിവിടെ ഊട്ടുനേർച്ചയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടേക്ക് വന്നേക്കാണ് കേട്ടോ. ഇത് പള്ളിയുടെ ബാക്ക് സൈഡാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഊട്ടുനേർച്ചയ്ക്ക് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ലൈനാണ് കേട്ടോ ഈ കാണുന്നത്. ഊട്ടുനേർച്ച സ്റ്റാർട്ടായിട്ടില്ല. ഏകദേശം ഒരു 10:30 ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ. ഞങ്ങളിപ്പോൾ 10 മണി തുടങ്ങിയിട്ട് ക്യൂ നിൽക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ പള്ളി കോമ്പൗണ്ടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇത്ര നേരം പള്ളിയുടെ പുറത്തായിരുന്നു, റോഡിൻ്റെ അപ്പുറ സൈഡായിരുന്നു ഞങ്ങൾ നിന്നത്. പെട്ടെന്ന് വരിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പൂസുട്ടിക്ക് വലിയ കുറുമ്പില്ലാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ വരി നിൽക്കണമെന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് വരിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ കൺവീനർമാരും അതൊക്കെ എല്ലാവരും നന്നായി സഹകരിക്കുന്നതുകൊണ്ടായിരിക്കും അധികം തിരക്കൊന്നും തിരക്കില്ലാണ്ട് വേഗം തന്നെ വരിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഊട്ടുനേർച്ച ആയതുകൊണ്ട് കുറേ പേര് വരും കേട്ടോ. നാനാജാതി മതസ്ഥരൊക്കെ ഉള്ള വലിയൊരു ഊട്ടുനേർച്ച തിരുനാളാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഗായ്സ്, നമുക്ക് നേർച്ച ഭക്ഷണമൊക്കെ കിട്ടി. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നേർച്ച ഭക്ഷണം. അപ്പോൾ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ കസേരകളൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പുറ സൈഡിൽ കുറേ പേരൊക്കെ നിന്നൊക്കെ കഴിക്കുന്നുണ്ട്. അവർ ഈ സൈഡിൽ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഇവിടെ അത്യാവശ്യം ഫ്രീ ആയിട്ട് കുറേ കസേരകളൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഈ കൺവീനർമാരും എല്ലാവരും ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയതുകൊണ്ട് വേഗം ഫുഡ് കഴിച്ചിട്ട് ആൾക്കാർ പോകണതുകൊണ്ട് നമുക്ക് അങ്ങനെ തിക്കും തിരക്കും അങ്ങനെ ഈ പ്രാവശ്യം അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് തിക്കും തിരക്കും ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു. നേർച്ച ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ നേർച്ചപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഊട്ടുനേർച്ച കേട്ടോ കഴിച്ചത്. ഞങ്ങൾ പള്ളിയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അപ്പോൾ ക്യൂ നിന്നുകൊണ്ട് ഇപ്പോൾ കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ക്യൂ ആണെങ്കിൽ പള്ളിയുടെ ഞങ്ങൾ നിന്നതിനേക്കാളും ബാക്ക് സൈഡിലാണ് കേട്ടോ ക്യൂ നിൽക്കുന്നത്. അപ്പോൾ തിന്നതുകൊണ്ട് നമുക്ക് ഇപ്പോഴെങ്കിലും കഴിച്ചിറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായി. അപ്പൂസുള്ളത് കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ക്യൂ ആണ് നിന്നിരുന്നത്. ഇനി വേണം നമുക്ക് പള്ളിയിലൊക്കെ കയറാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെയാണ് മെഴുതിരി കത്തിക്കേണ്ട സ്ഥലം. ഇവിടെ എല്ലാവരും ഇങ്ങനെ കട്ടിക്ക് മെഴുതിരി കത്തിക്കുന്നത് കൊണ്ട് തീയ ആളായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ പള്ളി കേട്ടോ. അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. പിന്നെ ഇത് ചെറിയ പള്ളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയിലായിട്ട് കയറി പ്രാർത്ഥിക്കുകയാണ്. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നമ്മെ പ്രകാശിപ്പിക്കാം. അന്തോണീസ് പുണ്യാളൻ്റെ 3 തിരുശേഷിപ്പുകളുള്ള ഏഷ്യയിലെ ആദ്യത്തെ പള്ളിയാണ് കേട്ടോ നമ്മുടെ ചെട്ടിക്കാട് പള്ളി. ഞാനിവിടെ കുഞ്ഞുനാൾ മുതൽ വരാറുണ്ട് കേട്ടോ. വിളിച്ചാൽ വിളി കേൾക്കുന്ന അത്ഭുത പ്രവർത്തകനാണ് കേട്ടോ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ. അങ്ങനെ നമ്മളിതേ പുതിയ പള്ളിയുടെ ഫ്രണ്ടിലൊരു സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് നേർച്ച ഇട്ടിട്ട് പോവാണ് കേട്ടോ. പള്ളിയുടെ ഉള്ളിലോട്ട് കയറി
അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. നല്ല നട്ടാപ്പറ വെയിലാണ് കേട്ടോ. നമ്മളിപ്പോൾ പള്ളിയുടെ ബാക്ക് സൈഡിലാണ് വണ്ടി വെച്ചിട്ടുണ്ടായത്. നല്ലോണം വണ്ടി ഉണ്ട് കേട്ടോ. അവിടെ കുറേ വണ്ടി ഉണ്ട്. അവിടെയാണ് നമ്മുടെ വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ വണ്ടി എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൽ വരാം. ടാറ്റാ.